മുത്തുമണീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുടിയേറ്റിന്റെ പാർട്ട് 2 വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, മുടിയേറ്റ്. അപ്പം ഇത് കാണാനായിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. മെയിനായിട്ടും ഞാൻ ഇന്ന് വന്നത് തന്നെ ഈ ഒരു രൂപം അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആളുകളൊക്കെ വെട്ടാനായിട്ടും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വെട്ടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാനിതൊരു പേടിച്ചൊക്കെ ദൂരെ മാറി നിന്നൊക്കെയാണ് ആദ്യമൊക്കെ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ചേച്ചിമാരും ഒരു അമ്മാമ്മയും കൂടെ നിൽപ്പുണ്ട്. അവർ ഇനി കുടുംബക്കാരാണോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ അവർ ഇതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഈ ഒരു കാണാനായിട്ട് തന്നെ പ്രത്യേക ഒരു ഫീലായിരുന്നു. നമുക്ക് എന്താ പറയുക, ഈ അനുഗ്രഹം കിട്ടി നമ്മുടെ നേരിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് വരുന്ന അങ്ങനെയൊക്കെയുള്ളൊരു ഫീല് എനിക്ക് പേഴ്സണലി തോന്നി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോപിഷ്ടനായിട്ട് അല്ലെങ്കിൽ കോപിഷ്ടയായിട്ട് വരുന്ന പോലെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ആ ടൈമിലൊക്കെ അടുത്ത് നിൽക്കുന്നവരൊക്കെ കുറച്ചൊന്ന് അകന്ന് നിൽക്കാറുണ്ട്. എനിക്കിത് കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് പേടി തോന്നി. ഇവിടെ ഒരു കുഞ്ഞ് ഒരു കുട്ടി നിൽപ്പുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന് ഇങ്ങനെ എല്ലാവർക്കും പൂവ് എറിയുന്നത് കണ്ടുകൊണ്ട് അവനും ഇങ്ങനെ പൂവ് എറിയണമെന്ന് ഭയങ്കര ഇതിൽ കയറി പോകുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വെട്ടാൻ വരും പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവ ഓടിക്കളയും. അതാ ഇപ്പൊ അവ ഓടിത്തള്ളും. ദാദാ അവൻ ഇടയ്ക്ക് പിന്നെ ഇതിലും കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം അവന് പേടിയാണെങ്കിൽ പോലും അവൻ്റെ അടുത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ഇതുപോലെ എൻ്റെ അടുത്ത് വന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, കുറച്ച് കഴിഞ്ഞിട്ട് കറങ്ങി അപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ അപ്പുറം വശം വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഷൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ എൻ്റെ അടുത്തേക്ക് 2-3 തവണ ഇങ്ങനെ വെട്ടാൻ വരുമ്പോൾ തോന്നി. അതിനുശേഷം പിന്നെ ഞാൻ എല്ലാം ദൂരെ മാറി നിന്നാണ് വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. ഇതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട്, എനിക്ക് എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് സാധാരണ തെയ്യം മറ്റേ നമ്മുടെ കണ്ണൂർ ആ ഭാഗങ്ങളിലോട്ടൊക്കെയാണ് തെയ്യത്തിൻ്റെ കൂടുതൽ. ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കണ്ടുകൊണ്ട് നിൽക്കാനും, അതായത് കലയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്ക് കണ്ടുകൊണ്ട് നിൽക്കാനും, പിന്നെ ഭക്തി അല്ലെങ്കിൽ ക്ഷേത്രാചാര ചടങ്ങുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കാണാനായിട്ട് നല്ലൊരു കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. ഇവിടെ കുറേ പൂമാലകളും ഒക്കെ, തുളസിമാലയോ മറ്റ് എന്തൊക്കെയാണ് പൂമാലകളൊക്കെ ശരിക്കും. അപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ എന്തൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് 9 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയെങ്കിലും ഞങ്ങൾ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടൊക്കെ ഇങ്ങനെ റോഡിൽ നിന്ന് നടന്നിങ്ങ് ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 11 മണിയായി. പിന്നെ അതിനുശേഷം ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷൂട്ട് എടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെല്ലാവരും കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാണാത്തവർക്ക് ഒരു നല്ലൊരു അനുഭവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ശരിക്കും ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമെന്നുള്ളത് കാര്യം പലവർക്കും അറിയത്തില്ലെന്നുള്ളൂ. പുറത്ത് പക്ഷേ നല്ല തിരക്കുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഈ ചടങ്ങ് കാണാൻ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ഇതിവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിൽ, അതായത് നേരത്തെ ഇങ്ങനെ ചടങ്ങുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും 9 മണി ആ ടൈമിലൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പം അതിനുള്ളിൽ തീർന്നു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞില്ല. ഇത് 9 മണിക്കൊക്കെ തുടങ്ങിയാലും ഞങ്ങൾ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കി പിന്നീട് ഒരുപാട് ടൈമിലുണ്ട്. ഈ മുടിയേറ്റിൻ്റെ അവസാന ഘട്ടമൊക്കെ എന്തൊക്കെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മുത്തുമണി ഞങ്ങൾ അതിനുശേഷം കുറേ ലോങ് ആയി പോകുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ പിന്നെ
ഞങ്ങൾ പിന്നെ പുറത്തു പോയി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോട്ടമിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ എന്നെ വിരട്ടി നിർത്തുന്നുണ്ട്. ഞാനിപ്പോ ഓടി അപ്പുറത്തെ സൈഡിൽ പോയി ഇത് വരുമ്പോഴത്തേക്ക് എന്റെ ഫേസ് ഒക്കെ ഒന്ന് എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നേരെ എന്റെ അടുത്തോട്ട് ഒരു കുത്തുമണി തന്നെ 2-3 വിരട്ടി. അതോടുകൂടി പിന്നെ ഞാൻ ബാക്കിലോട്ടാണ് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് അതോടുകൂടി ഞാൻ സ്ഥലം കാലിയാക്കി അവിടെ നിന്ന്. അങ്ങനെയായിരുന്നു. അപ്പം കാണാനൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു, ഒരു ഫീലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിനകത്ത് തൊഴാൻ പോയപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇതും കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി എന്തോന്നറിയില്ല, നല്ലൊരു എനർജി, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും. ഈ ഇപ്പോൾ ഇത് വലിയ ഇപ്പോൾ നോക്കിക്കോ, എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാനങ്ങ് പേടിച്ചു പോയി. കുപ്പണീസിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് വിറച്ചു പോയി. എൻ്റെ അടുത്തൊക്കെ വന്ന് കയ്യിൽ ഇങ്ങനെ അനുഗ്രഹം കിട്ടി വരുമ്പോഴത്തേക്ക് അവര് എന്തുവാണ് അപ്പോഴത്തെ ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ അവിടെ ഇപ്പൊ വരുമ്പോഴത്തേക്ക്. പക്ഷെ എല്ലാവരും ഇങ്ങനെ വെട്ടുന്നതൊക്കെ ആക്കുമെങ്കിലും അത് പേടിപ്പെടുത്തുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സത്യത്തിൽ നമുക്ക് നല്ല പേടിയാവും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷൻ ഇപ്പൊ കാണിക്കും. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു. ഞാൻ പേടിച്ചു വിട്ടുപടിയും. പിന്നെ എല്ലാവരും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒരു വിധത്തിൽ എടുക്കുന്നുണ്ട്. ഇതിന്റെ ആ ഒരു ഇതൊക്കെ ഞാൻ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ. പിന്നെ എന്നെ പീഡിപ്പിക്കുന്നു. അതാണ് പേടിപ്പിച്ചിട്ടൊക്കെ പോവുകയാണ്. ഇനി 2-3 വട്ടം ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ പേടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ തോന്നിയ ആളുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചൊരു ധൈര്യം സംഭരിച്ച് ഞാൻ നിന്നു. എന്നെ നോട്ടിട്ട് വെച്ചേക്കുന്നത് പോലെയാണ് കേട്ടോ. ഇനിയിപ്പോ പിന്നെയും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തിട്ട് ഇതാ വന്നു. എനിക്ക് പേടി ഇതൊന്നും അല്ലായിരുന്നു. ഇനി വന്ന് എൻ്റെ ഫോണെങ്ങാനും കുത്തി പൊട്ടിക്കുക എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും കേട്ടോ. അവരെ അനുഗ്രഹം കിട്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പോഴത്തേക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് അവിടെ ഒരു മാമൻ ഇതുപോലെ എന്തോ സുഖമില്ലാണ്ടായി. അപ്പം ആ പുള്ളിക്കാരന് കൊണ്ടുപോകണം. അപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കി നിന്നതാണ് കേട്ടോ. എന്തായാലും ഓക്കെ, ആ പുള്ളിക്കാരന് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവർ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിനി ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇതിങ്ങനെ പോകും കേട്ടോ. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാര്യം ഇതെല്ലാം ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിനും ഒരുപാട് സമയമുണ്ട്, ഒരുപാട് ടൈം ഇതിനുണ്ട്. പിന്നെയും കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാമൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ചൊക്കെ മാത്രമേ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാനിപ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. എനിക്ക് തോന്നി ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ ഒരു സ്പെഷ്യലായിട്ട് ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു ചടങ്ങ് കാണാറുള്ളൂ എന്ന് തോന്നുന്നു. ഇനി വേറെ എങ്ങും ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഞാൻ ഒരു ക്ഷേത്രത്തിലും ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഒരു പ്രത്യേക നല്ലൊരു തെയ്യത്തിൻ്റെ ഒരു മോഡലാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആൾക്കൂട്ടത്തിന് ഇടയിലോട്ട് കയറി വരികയും ഇങ്ങനെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് കാന്താര സിനിമയിൽ കാണുന്ന അതേ ഒരു ഫീലൊക്കെ തന്നെയാണ്. അതിനുശേഷം ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം ഇപ്പം പുറത്ത് വശത്ത് നല്ല തിരക്കുണ്ട്. അതായത് അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് തൊട്ട് വെളിയിലാണ് ഇതിന്റെ. പിന്നെ ഫ്രണ്ട് വശത്തൊക്കെ ഒരുപാട് നല്ല തിരക്കുണ്ട്. കച്ചവടം കാര്യങ്ങളൊക്കെ ഫ്രണ്ട് വശത്താണ്. ഈ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ നാളെ നല്ല തിരക്കും നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇന്ന് വെളുപ്പിന് ഉരുളായതുകൊണ്ടാണ് തിരക്ക് കുറച്ച് കുറഞ്ഞത്. ഇവിടെ ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫാൻസി കട. അപ്പം ഞാൻ അവിടെ കയറി. അവിടെ കുറച്ച് പേര് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ കയറി ജസ്റ്റ് ഒന്ന് നോക്കി.
അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ഉത്സവ പറമ്പുകളിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതൊരു പ്രത്യേക ഒരു നമുക്കൊരു ഇഷ്ടവും ഫീലും ഒക്കെയാണ് ഇങ്ങനെ ഉത്സവ പറമ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഗേൾസിന് ഇതുപോലത്തുള്ള ഫാൻസി കാര്യങ്ങളും വളയും കുപ്പിവളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അതിന്റെ തൊട്ടിപ്പുറത്തും അതുപോലെ ഒരു കടയുണ്ട്. അതിലും അവിടെയും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്, തിരക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എൻ്റെ ക്യാമറ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നത്. അതിന് കഴിഞ്ഞ് എന്താ കുലുക്കി സർബത്തിന്റെ കട, പിന്നെ കുറേ പാത്രംസ് അങ്ങനെ പാത്രങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പ്. അവിടെ ചേച്ചിമാർ നന്നായിട്ട് ബാർഗൈനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ഇത് കൊള്ളാം കേട്ടോ, നല്ലൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഇത് കുടയ്ക്കകത്ത്, അതായത് ഇത് ഫ്ലവേഴ്സിന്റെ മറ്റേ സ്ലൈഡൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഗുരുദേവന്റെ ക്ഷേത്രമുണ്ട്. തൊട്ടിപ്പുറത്ത് അവിടെ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ കുലുക്കി സർബത്തിന്റെ കുലുക്കി തക്കത്തെ പാട്ടൊക്കെ ഇട്ട് കളിക്കുവാണ്. അതെനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു വലിയ ഐസ്ക്രീം കട ഉണ്ടായിരുന്നു. പിന്നെ ഇത് അടുത്ത ഫാൻസി കട. ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു ലുക്ക്. നമ്മൾ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോൾ അടുത്തത് ഇവിടെ വേറെ ഷോപ്പുണ്ട്. ഇത് ഇത്തിരി നല്ലൊരു വലിയ ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം തിരക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അയ്യടാ കമ്മൽ സെറ്റിട്ട് ഇതെല്ലാം 30 രൂപയും 10 രൂപയുടെ കമ്മൽ തൊട്ട് തുടങ്ങുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളിതാ ഒരു ചായ കുടിക്കാനായിട്ട് കയറി. അങ്ങനെ ഞാനും അമ്മയും മാമിയും കൂടി ചായ കുടിക്കുകയാണ്. നല്ല ചൂട്, നല്ല ഒരു ഈ ഒരു സിറ്റുവേഷനിൽ പറ്റിയ നല്ല ചൂടുള്ള ചായ. അങ്ങനെ ചായ കുടിച്ച് എൻജോയ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ചുറ്റും ഞാൻ കറങ്ങിയെടുക്കുന്നതുകൊണ്ട് ഒരു ഹായ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു ഹായ് തന്നു. പിന്നെ ഇതാ ഇവിടെ അടുത്ത ഹായ് തന്നു. അങ്ങനെ പ്രത്യേക ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇനി നാളെ വന്നു കഴിഞ്ഞാൽ ഫുൾ തിരക്കാണ് ഇവിടെ. ഇതാ ഞങ്ങൾ സ്ഥലം പിടിച്ചിരിക്കുകയാണ് മുത്തുമണി. പിന്നെ എന്തുവാണ് ഉരുള് കാണാനായിട്ട് നമ്മൾ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ഇതാ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ അവർ വിളക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം വെച്ച് പിന്നെ ഇതാ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കോളിഫ്ലവർ മേടിച്ചു. പിന്നെ എല്ലാവരും എന്താ സെറ്റായിട്ട് ഇരിക്കുവാണ്, ഉരുള് കാണാനായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഉരുളിൻ്റെ ഘോഷയാത്ര കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിത് വിളിക്കുന്നവരെ ഇരിക്കണം ഗൈസ്. ഇപ്പോഴാ ഏതാണ്ട് 12:30 ആ ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളിതാ ഓരോന്നൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെളുപ്പിന് 3 മണിക്കോ 4 മണിക്കോ അങ്ങനെയാണ് ഉരുള് വരുന്നത്. ഞാൻ കപ്പലണ്ടി, അതായത് മസാല കപ്പലണ്ടി മേടിച്ചു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതായത് ഉറക്കമൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു ഉറക്കം വരുന്ന വൈബല്ല. നല്ല എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും ആൾത്തിരക്കുണ്ടായി ഇവിടേക്ക് ഇരിക്കുന്നവർ ഉരുള് കാണാനായിട്ട് ഇരിക്കുന്നവരാണ്. ഞാനും അങ്ങനെ ഒരു സ്ഥലം പിടിച്ചിരിക്കുകയാണ്. മുത്തുമണി ഇനി വെളുപ്പിന് 3 മണി വരെ ഇരിക്കണം, അല്ലെങ്കിൽ 3 മണിക്കാണ് ടൈമെന്ന് ഇങ്ങനെ അവിടെ ആരുടെ ചോദിക്കാൻ പറയാനായിട്ട്. അപ്പം ഈ ഉരുൾക്കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചും നടന്നാണ് മുത്തുമണി പോകുന്നത്. അപ്പോഴുള്ള കാഴ്ചകൾ ഞാൻ പോകുന്ന വഴിയിൽ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഉരുള് 4 മണി 3 മണി 3:30 4 ആ മണിക്കുണ്ട്. വെയിറ്റ് ചെയ്തിരുന്ന് മുത്തുമണി ഉരുൾ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കുറച്ച് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം, കെട്ടുകാഴ്ചകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ഉരുള് വരുന്നത് എനിക്ക് സത്യത്തിൽ ഈ ഉരുള് കാണാനായിട്ട് ഒരു കൗതുകത്തോടു കൂടി പോകണമെന്നാണ്. പക്ഷെ എനിക്ക് ഉരുള് കാണാൻ എനിക്കൊരു വിഷമമുള്ള കാര്യമാണ്. കാര്യം ഓരോരുത്തർ ഉരുണ്ട് വരുന്നത് കാണുമ്പോൾ അത് ഒരുപാട് ദൂരം നിന്നൊക്കെയാണ് ഉരുണ്ട് വരുന്നത്. അതാ നമ്മുടെ കരടിച്ചൻ വരുന്നുണ്ട്. കരടിച്ചനാണോ കുരങ്ങനാണോ എന്നറിയില്ല. നമ്മുടെ കിങ് കോങ് ആണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഈ ഉരുള് കാണാൻ ഭയങ്കര വിഷമമാണ് സത്യത്തിൽ. ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന കാണുമ്പോഴത്തേക്ക് ഇതാ അടുത്ത പൂക്കാവടിയല്ല ഇത്. അപ്പോൾ ആ സംഭവമൊക്കെയാണ് വരുന്നത്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഉറക്കമൊന്നും വരത്തില്ല. നല്ലൊരു എപ്പോഴും ആളും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ലൈറ്റും ഇതുപോലെ കെട്ടുകാഴ്ചകളും സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരികയില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നോളും. ഇതിൻ്റെ ഭംഗിയൊന്ന് നോക്കി, എന്ത് ഭംഗി ഇതിനകത്ത് ലൈറ്റൊക്കെ കത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് നിന്ന് ഇതിൻ്റെ ഭംഗി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇന്നും നല്ല ഭംഗി. മറ്റേ നമ്മളിങ്ങനെ അല്ലാതെ നിന്ന് നോക്കട്ടേ ഉള്ളൂ, ജസ്റ്റ് എല്ലാവരും നോക്കുന്നല്ലാതെ ഇത്രയും നല്ല ഭംഗിയിലായില്ല. എന്തോ അത്ര ലൈറ്റ് അറേഞ്ച്മെന്റ് സെറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. ഇതിന് സത്യത്തിൽ ഭയങ്കര വെയിറ്റ് ആണെന്ന് തോന്നുന്നല്ലേ, എനിക്കറിയത്തില്ല. അവരെടുത്ത് നിൽക്കുന്നുണ്ടാൽ നല്ല വെയിറ്റ് തോന്നിക്കും. എന്തായാലും അവരങ്ങ് ക്ഷേത്രം വരെ ഇതുപോലെ ചുമന്നുകൊണ്ട് പോകണ്ടേ എന്നുള്ളതാണ്. അടുത്തതായി ഇവിടെ എല്ലാം കുറേ ചേട്ടന്മാരും പിള്ളേർ സെറ്റ് ഭയങ്കര ഡാൻസും ബഹളമൊക്കെയാണ്. അപ്പം ഇത് ഓരോ കരക്കാരാണ്, ഓരോ കരക്കാര ഭാഗത്തു നിന്നാണ് കേട്ടോ ഉരുള് വരുന്നത്. ആദ്യം ഇതിപ്പോൾ ഏതോ കിഴക്ക് വശത്തു നിന്നാണെന്ന് തോന്നുന്നു ഉരുള് വരുന്നത്. അങ്ങനെ 4 വശത്തൊന്നും ഉരുൾ വഴിപാടുണ്ട്. അപ്പം കുറച്ച് പേര് ക്യാമറയിലോട്ട് ഹായൊക്കെ കാണിച്ചേക്കുന്നു. അപ്പം ചെണ്ടമേളത്തിലുള്ളവരാണ് കേട്ടോ. അപ്പം എന്തുവാ പറയുന്നത്, ഒരു ഭാഗത്തുനിന്നും
അതായത് ഓരോ കരക്കാരാണ്. ഫസ്റ്റ് വരുന്നത് കിഴക്ക് ഭാഗത്തുള്ള കരക്കാരാണ് കേട്ടോ ഉരുൾ വരുന്നത്. അതിനുശേഷം അടുത്ത ഭാഗത്ത് നിന്ന്, അങ്ങനെ ഓരോ ഭാഗത്ത് നിന്നാണ് 4 ഭാഗത്തായിട്ടാണ് ഉരുൾ വരുന്നത്. അപ്പം വരുമ്പോഴത്തേക്കും ഏകദേശം 5-5:30 ആ ടൈമൊക്കെ കഴിയും. 6 മണിയെങ്കിലൊക്കെ ആവുമെന്ന് തോന്നുന്നു ഓരോ ഭാഗത്തുനിന്ന് ഉരുണ്ട് ഇങ്ങ് വരുമ്പോഴത്തേക്കും. നമ്മൾ അത്രയും ടൈം നിന്നില്ല. നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥലത്തു നിന്നുള്ള ഉരുൾ കണ്ടിട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും തെറ്റായിട്ട് നിന്നതും. കാര്യം വെളുപ്പുന്ന വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉറക്കക്ഷീണം, അത് മെയിൻ കാര്യം. ഉരുള് വരുന്നുണ്ട്. ഉരുളിന് തൊട്ട് മുമ്പെയാണ് ഇവിടെ ഇങ്ങനെ റോഡിൽ വെള്ളം തളിക്കുന്നത് കേട്ടോ. അപ്പം പൂവിട്ട് വരുന്നുണ്ട്. ഉരുള് ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ വരുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ നിന്ന് കണ്ടല്ലോ. അല്ലെങ്കിൽ എനിക്ക് എന്തൊരു വല്ലാത്തൊരു എനിക്കറിയില്ല, ഭയങ്കര ഒരു സങ്കടം തോന്നി. ചെറിയ കുട്ടികൾ, വലിയവരാണെങ്കിൽ കൂടിയും അങ്ങനെ ഉരുണ്ട് വരുമ്പോഴത്തേക്ക് അവർ അത്രയും ദൂരം അവിടെ നിന്ന് ഉരുണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ അവർ വ്രതമെടുത്തൊക്കെയാണ് വരുന്നത് എങ്കിൽ പോലും അത് കാണുമ്പോഴത്തേക്ക് എന്തൊരു ചിലരുടെയൊക്കെ ക്ഷീണവും തളർച്ചയൊക്കെ കാണുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മളിങ്ങനെ റോഡിലേക്ക് ഉരുണ്ട് വരുമ്പോഴത്തേക്ക് കല്ലും മണ്ണും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതിൽ എനിക്കതൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇവർ ഉരുണ്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇമേജൊക്കെയാണ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഇത് വരുന്നത് കേട്ടോ. ചിലവരൊക്കെ കുറച്ച് ഇത്തിരി തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഉരുളാണ് ഫസ്റ്റ് വരുന്നത്. ഇവരുടേത് കിഴക്ക് ഭാഗത്തു നിന്നുള്ളതാണ് ഫസ്റ്റ് ഉരുളാണ്. അപ്പം ഇതിനിടയ്ക്ക് ഉരുണ്ട് വന്ന ഒരാളിനെ, ഒരു പയ്യനാണെന്ന് തോന്നുന്നു. അവൻ എന്തോ ഒരു ഇതിപ്പം എന്തോ ഒരു പ്രശ്നം അവനെ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവിടുന്ന് കുറച്ച് പേരിട്ട് എടുത്തിട്ട് പോകണമുണ്ടായിരുന്നു കേട്ടോ. അവനെന്തോ ഇനി വയ്യായികയാണോ അതോ എന്തോ ആണ് പ്രശ്നമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലായ്മത, ആ പയ്യനെയാണെന്ന് തോന്നുന്നു ഇടിച്ചു കൊണ്ടുവരുന്നത്. നമുക്ക് എന്തോ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഇനി എത്ര പറ്റിയതെന്ന് പറഞ്ഞാൽ കാണുമ്പോഴത്തേക്ക് ഒരു വിഷമം വരും കേട്ടോ. ഈ പയ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പിന്നെ അവർ കുറച്ച് നേരം അവരെ എടുത്തിട്ട് പോയിട്ട് പിന്നെയും കൊണ്ട് കിടത്തിയിട്ടൊന്നും അവന് ശരിയാവുന്നില്ല. പിന്നെ അങ്ങ് താഴോട്ട് പോയിട്ട് പിന്നെ എന്തോ ആയെന്നറിയുന്നില്ല, ഭയങ്കര പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ആണ് കാര്യമൊന്നും അറിയാൻ വയ്യ. എന്തിനും വയ്യായികയാണോ ഒന്നും അറിയാമില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ. അങ്ങനത്തെ കിഴക്ക് വശത്തു നിന്നുള്ള ഉരുൾ വന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉണ്ടങ്ങ് ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട്. നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഈ ഉരുൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ളൊരു ഒരുക്കത്തിലായിരുന്നു. അങ്ങനത്തെ ഫസ്റ്റ് ഉരുൾ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ചു പോവാണ്. ഉരുൾ ഏകദേശം തീർന്ന് ഫിനിഷായി. അതായത് ഫസ്റ്റ് കിഴക്ക് വശത്തു നിന്ന് വരുന്ന ഉരുൾ തീർന്ന് ഞാൻ തിരിച്ചു പോണ വഴിക്ക് ഐസ്ക്രീം മേടിച്ച്. അപ്പം ഐസ്ക്രീം കുടിക്കാൻ ഞാൻ വന്നപ്പോൾ തൊട്ട് ഇതിനാണ് ഞാൻ മെയിനായിട്ട് വരുന്നത് തന്നെ, ഐസ്ക്രീം കുടിക്കാനായിട്ട്. എന്തോ ഉത്സവത്തിന് വരുമ്പോഴത്തേക്ക് ഈ വാങ്ങുന്ന ഐസ്ക്രീം ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് ഇങ്ങനത്തെ കോൺ ഐസ്ക്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ ചോക്കോബാറിനെക്കാളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഐസ്ക്രീം ഇതാണ്. പണ്ട്, അതായത് എനിക്ക് തോന്നുന്നു പഴയ നൊസ്റ്റാൾജിയാണെന്ന് തോന്നുന്നു. ഈ ഐസ്ക്രീം കുടിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എന്തായാലും ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഐസ്ക്രീം കുടിച്ച് വരുന്ന വഴിക്ക് അടുത്ത ഭാഗത്തു നിന്നുള്ള ഉരുൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ അതും കൂടി, അപ്പം ഈ ഭാഗത്തു നിന്നുള്ള ഉരുൾ വരുന്നത് കൊണ്ട് നമുക്ക് റോഡ് ബ്ലോക്ക് ആവും. അപ്പം നമുക്കങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ ഉരുളും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ ഭാഗത്തു നിന്നുള്ളത് അപ്പം അവരിത് ആ റോഡിൽ ഇതൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടു. ഇനി ഉരുൾ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ, ആ ഭാഗത്തു നിന്നുള്ള ഉരുൾ വരുന്നേ ഉള്ളൂ. ജസ്റ്റ് അതിന് മുന്നേ കുറച്ച്
കുറേ കലാരൂപങ്ങൾ കണക്കത്തേക്ക് വന്നിരുന്നു. ഇനി അവിടെ നിന്ന് ഉരുണ്ട് വരുമ്പോഴത്തേക്ക് അതിലൊരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. അതായത് ഈ ഫസ്റ്റ് ഉരുണ്ട് വരുന്നൊരു ചേട്ടൻ നല്ലൊരു ഇത്തിരി തടിയും വയറൊക്കെ ഉള്ളൊരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പക്ഷെ നന്നായിട്ട് ഉരുളുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഉരുണ്ട് വരികയാണ്. ഈ കൂട്ടത്തിലൊരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടീനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതൊരു വിഷമം തോന്നി. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ തൊട്ട് മുകളിലുള്ള വീട്ടിൽ അത്രയും ആ ഏജിലുള്ള ഒരു കൊച്ചുണ്ട് കേട്ടോ. അത് ആ കുട്ടിയാണ് ഇപ്പം നടന്നു വരുന്നത്. അവൻ കുറച്ച് ഉരുണ്ട്, അതായത് വീട്ടുകാർ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുണ്ടിട്ട് പിന്നെ അവൻ ഇരുന്നേക്കും. നല്ലതായിട്ട് ശരീരമൊക്കെ വേദനയ്ക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ആ കുട്ടിയാണ് നടന്നു വരുന്നത്. കണ്ടാൽ അവനൊട്ടും വയ്യാത്തൊരു പരുവത്തിലാണ്. അവരുടെ ഉരുള് അവർ കുറേശ്ശായിട്ടാണ് ഉരുണ്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് ഈ ചേട്ടൻ നന്നായിട്ട് ഉരുളുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ നല്ല വയറൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് നല്ല സ്പീഡിൽ ഉരുണ്ട് വരുന്നുണ്ട്. പിന്നെയും ആ ചെറിയ കുട്ടി ഇപ്പോൾ ഉരുളിക്കും കേട്ടോ. അവനാണെങ്കിൽ ഒട്ടും വയ്യ. അവന് ഒട്ടും വയ്യയുടെ വീട്ടുകാരൻ നിർബന്ധത്തിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. 2 തവണ ഉരുണ്ടപ്പോഴത്തേക്കും ആ കുട്ടിക്ക് അവന് ഒട്ടും വയ്യാതായി. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതൊരു വിഷമം തോന്നുന്നുണ്ടല്ലേ. ഇപ്പം അത് എഴുന്നേക്കുമെന്ന് തോന്നുന്നുണ്ട്. എഴുന്നേറ്റിട്ട് അമ്മയുടെ അടുത്ത് പറയും, ഞാൻ കുറച്ച് കൈ ചൂണ്ടി കാണിച്ച് അങ്ങ് ദൂരോട്ട് കാണിച്ചു പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഉരുണ്ടോളാന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് പാവം തോന്നി. ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ നേർച്ചയുടെയൊക്കെ ഭാഗമായിരിക്കും എങ്കിൽ പോലും ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ഉരുളിക്കുന്ന കാണുമ്പോഴത്തേക്ക് എന്തൊരു വല്ലാത്തൊരു വിഷമം തോന്നുമല്ലേ. അങ്ങനെ അവിടുത്തെ ഉരുളും ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് വെളുപ്പിന് 4 മണിക്കുള്ള ഒരു വൈബാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ ആളും തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലം. അതുപോലെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്നതാണ്. പിന്നെ ഇത് അടുത്ത ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. അവിടുത്തെ ദേവിയുടെ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഈ കാഴ്ചക്കാർക്ക് വരുന്നവർക്കൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു കൗതുകം തോന്നിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണീസ്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ മുത്തുമണീസ്.